കാട്ടാനയുടെ ആക്രമണം മൂലം ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷം കുട്ടമ്പുഴയിൽ എൽദോസ് എന്ന ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ഹൃദയവേദന ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന വഴിയാണ് എൽദോസിനെ കാട്ടാൻ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ഉണ്ടായത്. അവിടെ അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ രോഷം അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെടുക എന്നത് ആർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടറോട് ആ കാര്യത്തിൽ മോണിറ്ററിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശവും നൽകി. അവിടെ വനം വകുപ്പിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥന്മാരെത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തെങ്കിലും ജില്ലാ കളക്ടർ എത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഇതേ തുടർന്ന് വളരെ വൈകിയാണെങ്കിലും രാത്രി വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ അവിടെ എത്തുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സാധാരണ നടത്തിവരുന്ന നിയമപരമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ കളക്ടറുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള സഹായധനം 10 ലക്ഷം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അങ്ങനെ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ വരുന്ന വഴിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ്. അത് നേരത്തെ കിട്ടിയ ഫെൻസിങ്ങുകൾ വേലികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. ട്രെഞ്ച് കുഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ തന്നെ കളക്ടർ കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കുകയുണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 3 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം. അപ്പോൾ ഒരു നടപടിക്രമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷനിൽ സാധിക്കുകയുള്ളൂ. ഇന്നലെ തന്നെ ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത് ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നാട്ടുകാർ തന്നെ പലതവണ ഈ വനം വകുപ്പിനെ ബന്ധപ്പെടുമ്പോൾ ഈ വനം വകുപ്പ് ഒരു നിരുത്തരവാദിത്തപരമായി പെരുമാറുന്നു, അല്ലെങ്കിൽ വാഹനമില്ല എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. നിലവിൽ അങ്ങനെ ഈ മറ്റ് ഓഫീസുകളിൽ കൊടുക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ ലഭ്യതക്കുറവാണോ? എന്താണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം? എന്താണ്? അല്ല, വാഹനക്കുറവിൻ്റെ ഒരു പ്രശ്നം RRTO രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട MLA തന്നെ അതിനുള്ള വാഹനം വാങ്ങിക്കാനുള്ള പണം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും നടപടിക്രമം പൂർത്തിയാക്കി ടെൻഡർ വിളിച്ച് വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ സ്വകാര്യ വ്യക്തി ഒരു കടയിൽ പോയി വാഹനം വാങ്ങിക്കുന്നത് പോലെ വനം വകുപ്പിനും MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് ഇതിനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ തന്നെ ഞാൻ കോതമംഗലം MLA ഇവിടെ അവിടുത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവരും ഈ പ്രശ്നം പറഞ്ഞു, ഇതിനൊരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ടെൻഡർ നടപടികൾക്കുള്ള കാലതാമസം ഒരു പ്രശ്നമാണ്. ഒന്നാമത് വനം വകുപ്പിലെ ചെറിയ ചെറിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല.
അപ്പം അതിന് പ്രധാന കാരണം അവർക്ക് യഥാസമയം അതിൻ്റെ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പണം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടമ്പുഴ, കോതമംഗലം ആ റേഞ്ചുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുള്ള ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനും ട്രെഞ്ചുകൾ സ്ഥാപിക്കാനുള്ള പണം അനുവദിക്കുകയും ടെൻഡർ നടപടിയിൽ പോവുകയും ചെയ്തതാണ്. ആ ടെൻഡർ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസമാണ് അവിടെ ഉണ്ടാകാൻ കാരണം. വഴിവിളക്കുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ അത് ചെയ്യേണ്ടത് എല്ലാം വനംവകുപ്പിൻ്റെ തന്നെയാണ്. വഴിവിളക്കുകൾ സ്ഥാപിക്കേണ്ട ചുമതലയൊന്നും വനംവകുപ്പിനല്ല, പക്ഷേ ചുമതല വനംവകുപ്പിൻ്റെ എല്ലാം ഇപ്പോൾ അവിടെ പറഞ്ഞാൽ നടക്കില്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ടല്ലോ. റോഡുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കൽ, വനപ്രദേശത്ത് പിന്നെ ഈ വനപ്രദേശങ്ങളിൽ കൂടുതൽ റോഡുകൾ ഉണ്ടാക്കുന്നത് ഒരു ഭൂഷണമാണോ എന്നൊരു ചോദ്യം ഇതിലൂടെ വരുന്നുണ്ട്. രാത്രിയും പകലും ഇല്ലാതെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സാഹചര്യം കൂടുതൽ ഒരുക്കി കൊടുക്കുന്നതിനനുസരിച്ച്, അതിനുള്ള അനുവാദം കൊടുക്കുന്നതിനനുസരിച്ച് ഇത്തരം അപകടങ്ങൾ മൂർച്ഛിക്കുകയാണ് എന്ന വസ്തുത ഈ കൂട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചു പോകരുത്. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളൊരു ആവശ്യം ഉന്നയിച്ചു, അടുത്ത നടപടി എന്താ? പിറ്റേന്ന് രാവിലെ പ്രവൃത്തി തുടങ്ങലാണ്. അല്ല, പ്ലീസ് 1 മിനിറ്റ്. അതിന് സർക്കാരിന് അങ്ങനെ അതിന് പണം കണ്ടെത്തണം, നിയമപരമായ പരിശോധന നടക്കണം, ഉത്തരവുകൾ പാസ്സാക്കണം. അത് താഴെത്തരം തൊട്ട് മേലേത്തരം വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉത്തരവ്. ഈ നടപടിക്രമങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്വകാര്യ വ്യക്തി പണം ചെലവ്, ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പണം കിട്ടിയതുകൊണ്ട്, അപേക്ഷ കിട്ടിയതും അത് പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണം അനുവദിച്ചത്. അപ്പം അല്ല, അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA ജനപ്രതിനിധികളും വന്നപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉറപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജനപ്രതിനിധികളോടല്ലേ എല്ലാവരോടും നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആ ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സ്വാഭാവികമായ ഒന്നാമത്തെ ടെൻഡർ കഴിഞ്ഞു, ആരും വന്നില്ല. പിന്നെ 15 ദിവസം കൊടുത്തില്ലേ രണ്ടാമത്തെ ടെൻഡറിന്, അടുത്ത 15 ദിവസം കൂടി കൊടുത്താലേ മൂന്നാമത്തെ ടെൻഡറാകും. അതും കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആരാലോചിക്കണം. ഇത് നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ നടപടിക്രമങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കാലതാമസം ഒഴിച്ച് ഒരു കാലതാമസവും കുട്ടമ്പുഴയിൽ ഉണ്ടായിട്ടില്ല. ജോലി കഴിഞ്ഞ് അവിടെ മടങ്ങിയ പല ആളുകളും ഈ വനംവകുപ്പിന്റെ ഓഫീസിൽ അവിടെ ആനയുണ്ട്, വഴിയിൽ ആന നിൽക്കുന്നതായിട്ടുള്ള കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷെ അവര് ഒരു നിർദ്ദേശം, ഒരു അലേർട്ട് കൊടുക്കാനോ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടിക്കും വനംവകുപ്പ് മുന്നോട്ട് വന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് ഉയർന്നത്. അല്ല, അവിടുത്തെ ജനപ്രതിനിധികളാരും അങ്ങനെ പറഞ്ഞില്ല. അവിടെ ഓരോ വ്യക്തികൾക്ക് ഒരുപാട് അഭിപ്രായം. അവിടെ കൂടിയ 100 പേർക്ക് 100 അഭിപ്രായം ഉണ്ടാവില്ലേ? അല്ലാതെ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനപ്രതിനിധികൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പോട്ടിലല്ലല്ലോ ഉള്ളത്. 35-40 കിലോമീറ്റർ അകലെയുള്ള ഓഫീസുകളിൽ ഇവിടുത്തെ DF എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കുട്ടമ്പുഴ എത്താൻ സമയത്തിലെടുക്കും. ജില്ലാ കളക്ടർക്ക് എറണാകുളത്ത് നിന്ന് കോതമംഗലത്ത് കുട്ടമ്പുഴ എത്താൻ സമയമെടുക്കും. ആ സമയത്തിനൊന്നും നമുക്ക് കാലതാമസമാണ്, ഉദാസീനതയാണെന്ന് പറഞ്ഞങ്ങനെ കുറ്റപ്പെടുത്താമോ? എടുക്കേണ്ട സമയത്തിനും അപ്പുറം, യഥാർത്ഥത്തിൽ അനിവാര്യമായ സമയത്തിനും അപ്പുറം കാലതാമസം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാലം? എന്നിരുന്നാലും അവിടുത്തെ സംഭവങ്ങൾ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്, പൂർണ്ണതോതിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നൽകാനുള്ള ഈ പ്രതിരോധ പ്രവർത്തനത്തിനും ഫെൻസിങ്ങിനും ഒക്കെ നൽകേണ്ട തുക നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് യഥാവിധി ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും പെൻഡിംഗ് ഉണ്ടോ? ഈ മാസം കഴിഞ്ഞ 27-ാം തീയതി ഞങ്ങൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. കണ്ടപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാനാവശ്യമായ നടപടികൾക്കായി പ്രത്യേക ധനസഹായം വേണമെന്നാവശ്യപ്പെട്ടു. പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തരുമായിരിക്കാം. പക്ഷേ ഇവിടെ 2021 തന്നെ ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം കേരളത്തിൻ്റെ വനമേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നം എന്നുള്ള നിലക്കാണ് വന്യജീവി മനുഷ്യ സംഘർഷത്തെ സർക്കാർ കണ്ടത്. ഒരു വലിയ പാക്കേജ് ഞങ്ങൾ തയ്യാറാക്കി, ദീർഘകാലാടിസ്ഥാനം, ഒരു 11 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റിന് പ്രത്യേകമായി സാമ്പത്തിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2021 തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിരുന്നു.
ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നീട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞാനും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും പോയി അവിടുത്തെ പട്ടയ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള പരിഹാരം തേടിയുള്ള സന്ദർശനം നടത്തിയിരുന്നു. ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ ചെയ്യാറ്. ഇന്നലെയും പറഞ്ഞതെന്താണ്? പക്ഷെ ഒരു കാര്യം 27-ാം തീയതി കണ്ട് പറഞ്ഞു, ആ 620 കോടി രൂപയുടെ പാക്കേജിന് ഒരു കാശ് പോലും തരാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുള്ള എന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ, പിന്നെ ദേശീയ പാർക്കുകൾ തുടങ്ങിയ നിലവിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടെങ്കിൽ അത് തരാം. കേന്ദ്ര സർക്കാർ ഈ പ്രോജക്റ്റുകൾ പ്രത്യേക പദ്ധതിയിൽ ഉള്ള പ്രോജക്റ്റുകൾക്കാണ് ഏതായാലും പ്രത്യേക പദ്ധതികളോടൊന്നും കേരളത്തിലെ പ്രത്യേക പദ്ധതികളോട് കേന്ദ്രത്തിന് അലർജിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രത്യേക പ്രോജക്റ്റുകൾക്ക് ഇപ്പോൾ പ്രോജക്റ്റുകളുടെ പൈസ തരുന്നുണ്ട്. അല്ല ആ സംഘർഷം ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകമായി ആവശ്യപ്പെട്ടത്. അല്ലാതെ അവിടെ സ്ഥിരമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. ഈ സംഘർഷം ഗുരുതരമായിട്ടുണ്ട്. ആ ഗുരുതരമായ സംഘർഷം പരിഹരിക്കണമെങ്കിൽ 2-3 ദീർഘകാലാടിസ്ഥാനത്തെ പരിപാടികളാണ്. ഒന്ന്, താൽക്കാലിക പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് ട്രെഞ്ചുകൾ കുഴിക്കുക, ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുക, ഇത് ഏർലി വാർണിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുക, GPS പിന്നെ AI ക്യാമറകൾ സ്ഥാപിക്കുക, വിളക്കുകൾ സ്ഥാപിക്കുക, ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുക, ഇങ്ങനെ തുടങ്ങിയ വിവിധ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കാണ് ഞങ്ങൾ പണം ചോദിച്ചത്. പക്ഷേ അതിനോട് ഏതായാലും അനുകൂലമായ നിലപാടല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ 22 RRTകൾ കൂടി കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടാകേണ്ടതായിരുന്നു. 2019 തന്നെ ഈ പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പാകെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 1 വർഷം മുമ്പാണ് 9 RRTകൾക്ക് അനുവാദം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തുലവും ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷെ ഇത് വെച്ചിട്ടും ആണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തും നെട്ടോട്ടമോടി എത്തുന്നത് എന്ന കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ അവർക്കുള്ള RRTകൾ സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ വേലിയൊക്കെ കെട്ടുന്നതിന് നബാർഡിൽ നിന്നും വായ്പയെടുത്താണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് പദ്ധതികൾക്ക് പണം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ശ്രമമാണ് നടത്തുന്നത്. മറ്റൊരു കാര്യം, ഒരാളാണെങ്കിലും കൊല്ലപ്പെട്ടാൽ അത് കൊലപാതകത്തിന്. പക്ഷേ ഈ 2024 ഈ ദിവസം വരെ 37 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2023 23 മരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 10 കൊല്ലത്തെ കണക്കാണ് ഇപ്പം പറയുന്നത്. ഇപ്പോഴും മാധ്യമങ്ങൾ 10 കൊല്ലത്തെ കണക്കെടുത്ത് കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഈ 10 കൊല്ലത്ത് 901 മരണങ്ങളുണ്ടായതിൽ 567 മരണങ്ങളും പാമ്പ് കടിയേറ്റിട്ടുള്ളതാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കും. പാമ്പുകളെ വന്യജീവി കൂട്ടത്തിൽപ്പെടുത്തിയാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വാർത്തകൾക്ക് പകരം ചില മാധ്യമങ്ങൾ ഇന്നത് കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അത് ആശ്വസിക്കാനും വേണ്ടിയല്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ഇത് ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കി തുടങ്ങിയതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാനുണ്ട് എന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുള്ളൂ. CCF-നോട്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. മൂന്നാർ, കോട്ടയല്ല, മൂന്നാറല്ലോ. അല്ലല്ലോ, മൂന്നാറാണോ കോട്ടയാണോ എനിക്ക് സംശയമുണ്ട്. ഏരിയ എനിക്കത്ര. ഇതിപ്പോൾ ഒരു പ്രാഥമിക റിപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. ഏതായാലും ജനങ്ങളുടെ ഉത്കണ്ഠ അവസാനിപ്പിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അതിൻ്റെ തോലി പൊളിക്കുന്നത് പോലെ പൊളിച്ച് പരിശോധിക്കുന്നതിനപ്പുറം പരിഹാരമാർഗങ്ങളുമായി അതിവേഗം മുന്നോട്ട് പോവുക എന്നതാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല. ആ ചുമതല വളരെ ഉത്തരവാദിത്തോടുകൂടി തന്നെ നിർവഹിക്കുന്നതാണ് എന്ന് ഉറപ്പ് നൽകുകയാണ്. ഇന്നിപ്പോൾ അവർക്ക് സഹായധനമായുള്ള പണം ഇന്ന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെഞ്ചുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. KSE-യുമായി കളക്ടർ ചർച്ച ചെയ്ത് വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള. അപ്പോൾ പെട്ടെന്ന് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് ക്രിയാത്മകമായ നിലപാടാണ് വനം വകുപ്പും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായി ഇത് വളരെ ദൂരെ അവർ താമസിക്കുന്നതും അവരുടെ ഓഫീസും ഈ വനമേഖലയിൽ നമ്മളീ പറയുന്ന പോലെ വളരെ അടുത്തല്ലല്ലോ. അരമണിക്കൂർ കൊണ്ട് 1/4 മണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ ഒരു വിവരം കിട്ടിയാൽ ഒരു ടീം വേണം. ആ ടീമിനെ ക്രമീകരിക്കണം. അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സംഘത്തെ തയ്യാറാക്കണം. ആ സംഘത്തെ അതൊക്കെ സ്വാഭാവികമായ ചില. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ രാവിലെ 8 മണിക്ക് വരാൻ വേണ്ടി എത്ര ഒരുക്കങ്ങൾ നടത്തി, ആ ഒരുക്കങ്ങൾ പോലെ അവർക്കും ഒരുങ്ങാനുണ്ടാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്.
അസ്വാഭാവികമായ താമസം ഉണ്ടായെങ്കിൽ അത് പിന്നെ പരിശോധിക്കപ്പെടേണ്ടതും നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്.